ബ്രസ്റ്റ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, അതായത് മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ട്. അപ്പം അതിൽ സർജറി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുന്ന ക്യാൻസർ ആണെങ്കിൽ, അതായത് ബ്രസ്റ്റിൽ മുഴയുണ്ട് പ്ലസ് കക്ഷത്തിൽ മുഴയുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്റ്റേജുകളിൽ ചില കേസുകളിൽ ബ്രസ്റ്റിലെ മുഴയുടെ സൈസ് 5 സെൻറ്റിമീറ്റർ താഴെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ സർജറിക്ക് പോകാൻ പറ്റും. അപ്പോൾ സർജറി ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള സർജറി ഉണ്ട്. മുഴ മാത്രം നീക്കം ചെയ്യുന്ന സർജറി ഉണ്ട്, ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന സർജറി ഉണ്ട്. ഈ 2 കേസിൽ നമ്മൾ ഈ കക്ഷത്തിലുള്ള കഴലകളും അതിൻ്റെ കൂടെ തന്നെ റിമൂവ് ചെയ്യാറുണ്ട്. ഇനിയിപ്പം ചില കേസുകളിൽ ഈ സ്റ്റേജ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അതിലൊരു 3rd സ്റ്റേജിലൊക്കെ ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ സർജറിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ ആദ്യം കീമോ കൊടുക്കേണ്ടി വരും. ഈ കേസിൽ കീമോ കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മുഴ ചുരുക്കാൻ വേണ്ടിയിട്ടാണ്. മുഴ ചുരുങ്ങിയതിന് ശേഷം ഇതേപോലെയുള്ള സർജറി ചെയ്യാം. പിന്നെ സ്റ്റേജ് 4 പേഷ്യൻറ്റിന് വരുമ്പോഴാണ് നമുക്ക് സർജറിയും റേഡിയേഷനും ഒന്നും ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല, ഒരു ട്രീറ്റ്മെൻ്റ് ആണ്, പക്ഷേ ഒരു പാലിയേറ്റീവ് സെറ്റപ്പിലാണ് നമുക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് പോകുക. മെയിനായിട്ടും കീമോതെറാപ്പി തന്നെ ആയിരിക്കും സ്റ്റേജ് 4 പേഷ്യൻറ്റിന്. റേഡിയേഷൻ ആണെങ്കിലും ഇതേപോലെ സർജറിയുടെ പോലത്തെ തന്നെ എഫക്റ്റ്, അതായത് സർജറി എന്ന് പറയുന്നത് ആ മുഴ നീക്കം ചെയ്യാനായിട്ട് ആ ഒരു ഭാഗത്ത് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്.